വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല, ഗതിയില്ലാത്തവരുടെ മാർഗത്തിലുമല്ല, ഞങ്ങൾക്ക് നേർവഴി കാട്ടണമേ. അവർക്ക് എണ്ണമില്ലാത്ത മിസറികൾ യാതനകൾ നൽകണമേ. അവരുടെ തലമുറകളെ പോലും ശൂന്യമാക്കണമേ. മക്കയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത്. അതിൻ്റെ മലയാള വിവർത്തനമാണ്. പിന്നെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിമിൻ്റെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കും സംശയമുണ്ടെങ്കിൽ നോക്കാം. അതിലെ അറബി ഭാഷകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ദിവസമായിട്ട് പരിശോധിക്കാവുന്നതും. വഴിപിഴച്ചവരെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗതിയില്ലാത്തവരെന്ന് പറയുമ്പോൾ ജൂതന്മാരെ ഉദ്ദേശിക്കുന്നത്. ഇതാണ്ട് 1400 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ഈ 1400 വർഷം പ്രാർത്ഥിച്ചിട്ട് അന്ത്യകാലമായപ്പോഴത്തേനും ക്രിസ്ത്യാനികളൊക്കെ ലോകത്തിലെ വൻശക്തിയായി മാറി, ജൂതന്മാരും വൻശക്തിയായി മാറി. ഈ 1400 വർഷം പ്രാർത്ഥിച്ചിട്ട് ഇതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ശാപപ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. സ്വയം നശിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പാലസ്തീനുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അവരൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അവർക്ക് ഏറ്റവും വലിയ മിസറികൾ അല്ലെങ്കിൽ ഫിത്തിനയൊക്കെയാണ് വന്നേക്കുന്നത്. അവർക്ക് സ്വന്തം അപ്പനെയും അമ്മയും സഹോദരനെയൊക്കെ വെട്ടിക്കൊന്നവൻ്റെ മുന്നിൽ പോയി വരുന്നതിൻ്റെ ഭക്ഷണത്തിന് യാചിക്കേണ്ട അവസ്ഥ പോലും വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. അപ്പം തലയ്ക്ക് ഉള്ളിലുള്ളവർ ചിന്തിക്കണം, ഈ സിദ്ധാന്തത്തിൽ എന്തൊക്കെയോ കാഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മിസ്റ്ററികൾ വരുന്നത്.